Hi, good morning everybody. Okay, in last class we discussed about rural livelihood. Okay, we already understood something related to rural livelihood. Today we want to know about urban livelihood. അല്ലേ, ഗ്രാമജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നഗരജീവിതത്തെക്കുറിച്ചാണ്. അർബൻ livelihood. Chapter 7, urban livelihood. What is our next chapter? Urban livelihood. Okay, all of you look at textbook. In towns and cities, people generally earn their livelihood from activities other than farming. Okay, in towns and cities, people generally earn their livelihood from activities other than farming. ടൗൺസിലും സിറ്റീസിലൊക്കെ പീപ്പിൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പേരും അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നത് കൃഷിയേക്കാൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നാണ്. ഓക്കെ, the people of towns and cities have a wide range of occupations to choose from. അതുകൊണ്ട് എന്താണ്, റൂറൽ ഏരിയയിൽ അല്ലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് അവർക്ക് ഓരോ ഓപ്ഷനുള്ളൂ, കൃഷി അല്ലെ കന്നുകാലി വളർത്തുക. ബട്ട് ഇൻ കേസ് ഓഫ് അർബൻ പീപ്പിൾ ദർ ഈസ് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി, വൈഡ് ചോയ്സസ് അല്ലേ, ഒരുപാട് അവസരങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ജോലി അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇൻ അർബൻ ഏരിയാസ് ദർ ഈസ് നോ ലീൻ സീസൺ അല്ലേ. റൂറൽ ഏരിയയിലാണെങ്കിൽ ലീൻ സീസൺ ഉണ്ട്. ലീൻ പീരീഡ് എന്താണ്, ലോ ആക്ടിവിറ്റി ഉള്ള ഒരു പീരീഡ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബട്ട് ഇൻ കേസ് ഓഫ് അർബൻ ഏരിയ ദർ ഇസ് നോ ലീൻ പീരീഡ്. ദർ ആർ നോട്ട് സീസണൽ ഇൻ നേച്ചർ. പീപ്പിൾ ഫ്രം വില്ലേജസ് ഓഫൺ മൈഗ്രേറ്റ് ടു ദീസ് പ്ലേസസ് ടു ലുക്ക് ഫോർ വർക്കിംഗ് ഡ്യൂറിങ് ദ റൂറൽ ലീൻ സീസൺ അല്ലേ. ഗ്രാമപ്രദേശങ്ങളിൽ റൂറൽ ഏരിയയിൽ ലീൻ പീരീഡ് ഉണ്ട്. ആ സമയത്ത് അവിടെയുള്ള ജോലിക്കാർ അല്ലേ, കൃഷി ചെയ്യുന്ന കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഓഫ് പീരീഡ് ലോ പ്രൊഡക്ടിവിറ്റി ആകും. ദെൻ ഹിയർ പീപ്പിൾ ഫ്രം ദ വില്ലേജസ് ഓഫൺ മൈഗ്രേറ്റ് ടു ദീസ് പ്ലേസസ് ടു ലുക്ക് ഫോർ വർക്ക് ഡ്യൂറിങ് ദ റൂറൽ ലീൻ സീസൺ. റൂറൽ ലീൻ സീസണിൽ പീപ്പിൾ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്? ജോലി തേടി വരുന്നതാണ്. സം പീപ്പിൾ ഈവൻ ആ ഫുൾ ടൈം ജോബ്സ് ഇൻ സിറ്റീസ് നിയർ ദെയർ ഹോംസ്. ചില ആളുകൾ എന്തായിരിക്കും, സിറ്റിയിലുള്ളവരാണ്, അവർക്ക് വീടിനടുത്തായിട്ട് തന്നെ ഫുൾ ടൈമായിട്ട് ജോലി ഉള്ളവരുണ്ടായിരിക്കും. ദേ ട്രാവൽ ടു ദെയർ വർക്ക് പ്ലേസസ് ഇൻ ദ സിറ്റീസ് എവറി ഡേ. ദേ ആർ കാൾഡ് കമ്മ്യൂട്ടേഴ്സ്. അവരെന്താണ്, എല്ലാ ദിവസവും യാത്ര ചെയ്ത് ജോലിക്ക് പോയി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയണത്, കമ്മ്യൂട്ടേഴ്സ് എന്നാണ്. വാട്ട് ഈസ് ദാറ്റ്? കമ്മ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടർ അല്ല കേട്ടോ, കമ്മ്യൂട്ടേഴ്സ്. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വരുന്നവർ, ദേ ആർ കാൾഡ് കമ്മ്യൂട്ടേഴ്സ്. നെക്സ്റ്റ് വൺ, ഇൻകം ഗ്രൂപ്പ്സ്. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്? ഇൻകം ഗ്രൂപ്പ്സ്. ഇൻ ടേംസ് ഓഫ് ഏർണിങ്സ് there are three main groups of people: those who earn high income, those who earn medium income, those who earn low income. Okay, we can classify the groups on the basis of their income. Okay, high income people, low income people, and also here is a medium income. Okay, we can classify, here is three types of. What are the three types of? Yes, on the basis of income, here three main groups of people: those who earn high income, those who earn medium income, and those who earn low income. High income, medium income, low income. ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് ഇൻകം ബേസിൽ തരംതിരിക്കാം. Those who are high income are usually highly educated, have special skills. ഹൈ ഇൻകം എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത എന്തായിരിക്കും? ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, സ്പെഷ്യൽ സ്കില്ലൊക്കെ ഉള്ള ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്കാണ് ഹൈ ഇൻകം ഉള്ളത്. ദെൻ ആൻഡ് ഹാവ് സ്പെഷ്യൽ സ്കിൽസ്. സം ഓഫ് ദം ലൈക്ക് ബിഗ് ബിസിനസ്മാൻ ആർ സെൽഫ് എംപ്ലോയ്ഡ്.
Others like skilled professionals have permanent jobs. Skilled professionals ഉണ്ട് അവർക്ക് പെർമനൻറ്റ് ജോബ് ഉണ്ട്. Like their earnings are much more than are required to meet their needs. അവരുടെ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? മച്ച് മോർ ദാൻ റിക്വയർഡ് ടു മീറ്റ് ദെയർ നീഡ്സ്. അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും? അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് അവർക്ക് കളക്ട് ചെയ്യാനും കൂടി ഉള്ളതായിരിക്കും. ഹെൻസ് ദേ സേവ് ലാർജ് എമൗണ്ട് ഓഫ് മണി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ധാരാളം പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Those who do permanent job get various benefit apart from their salaries. ചിലപ്പോൾ എന്തായിരിക്കും അവർക്ക്? Those who do permanent jobs get various benefit apart from their salary. ഇനി പെർമനൻറ്റ് ജോബാണ് എന്നുണ്ടെങ്കിൽ അല്ലേ, ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോബ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. ദാറ്റ് ഇസ് നോട്ട് ടെമ്പററി. താൽക്കാലികമല്ല, സ്ഥിരമായിട്ട് കിട്ടിയിട്ടുള്ള ജോലിയാണ്. അപ്പോൾ അവർക്ക് ഈ സാലറിക്ക് പുറമെ എക്സ്ട്രാ ആയിട്ട് അവർക്ക് എന്താണ് ഇൻകം ലഭിക്കുന്നുണ്ട്. ദെൻ these include payment and leave for medical care, allowances for traveling, leave with pay and facility to save money for old age. അല്ലേ, അതായത് പെൻഷൻ ആവുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട് പണം സേവ് ചെയ്യുന്നതിനുള്ളതോ, അല്ലെങ്കിൽ അവർക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ടോ, പിന്നെ മറ്റുള്ള എന്താണ് ട്രാവലിങ്ങിന് എക്സ്പെൻസ്, അല്ലെങ്കിൽ ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ അതിന്, അങ്ങനെ ഓരോന്നിനായിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് സാലറിക്ക് പുറമേ പിന്നെയും പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ്. Those who have medium income are educated and skilled. അപ്പോൾ ഹയർ ഇൻകം എന്ന് പറഞ്ഞാൽ ഹൈ എഡ്യൂക്കേറ്റഡ് ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിളാണെന്ന് പറഞ്ഞു. അവരുടെ ഇൻകം എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഇനഫാണ്, അതുകൊണ്ട് ബാക്കിയുള്ളത് അവർ സേവ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മീഡിയം ഇൻകം പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും എഡ്യൂക്കേറ്റഡ് ആൻഡ് സ്കിൽഡ് പീപ്പിളാണ്. ദേ ഡു മോസ്റ്റ് ഓഫ് ദ ജോബ്സ് അവൈലബിൾ ഇൻ ഓഫീസസ്. അവർ കൂടുതലായിട്ട് ഓഫീസുകളിലുള്ള ജോലികളാണ് അവർ ചെയ്യാറുള്ളത്. ദെയർ ജോബ്സ് ആർ നോട്ട് ഓൾവേസ് പെർമനൻറ്റ്. ചിലപ്പോൾ എല്ലായ്പ്പോഴും അവരുടെ ജോലി പെർമനൻ്റ് ആവണമെന്നില്ല. ഹെൻസ് മെനി ഓഫ് ദം ഡു നോട്ട് എൻജോയ് ദ ബെനിഫിറ്റ് ദാറ്റ് കം വിത്ത് പെർമനൻറ്റ് ജോബ്സ്. പക്ഷെ അതിൽ തന്നെ ഒരുപാട് ആളുകൾ പെർമനൻറ്റ് ജോബായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹവർ ആസ് ദേ ബിക്കം എക്സ്പീരിയൻസ്ഡ് ദെയർ ഇൻകം യൂഷ്വലി ഇൻക്രീസ്. എന്നിരുന്നാലും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ അവരുടെ ജോലിയിൽ നല്ലോണം പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. ദോസ് ഹു ഹാവ് ലോ ഇൻകം ഹാവ് ടു വർക്ക് ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് കണ്ടീഷൻ. അല്ലേ, ഇനി ലോ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ വരുമാനം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് കണ്ടീഷനിലാണ് അവർ ലിവ് ചെയ്യണത്. ദേ മേ സെൽഫ് എംപ്ലോയിഡ് ഓർ ഹയേർഡ് എംപ്ലോയീസ്. ഒന്നെങ്കിൽ അവരെന്തായിരിക്കും? സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും, സ്വയം തൊഴിൽ ചെയ്യുന്നവരായിരിക്കും അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ ഹയേർഡ് ലേബറേഴ്സ് ആയിരുന്നു, വാടകയ്ക്ക് അല്ലെങ്കിൽ കൂലിപ്പണി എടുക്കുന്ന ആളുകളായിരിക്കും. അവരൊക്കെയാണ് ഈ ലോ ഇൻകം എന്ന് പറയുന്നത്. ദേ മേ ബി സെൽഫ് എംപ്ലോയിഡ് ഓർ ഹയേർഡ് എംപ്ലോയീസ്. യൂഷ്വലി ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. സാധാരണയായിട്ട് അവരത്ര വെൽ എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ ഈ കുറഞ്ഞ തരത്തിലുള്ള ജോലികൾക്കൊക്കെ പോകുന്നത്. ആൻഡ് ഹെൻസ് കനോട്ട് ഹോൾഡ് ഹൈ പോസ്റ്റ്. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഹൈ പോസ്റ്റുകളൊന്നും ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ദെൻ മെനി ഓഫ് ദ മൈഗ്രേറ്റ് ഫ്രം വില്ലേജസ് ഇൻ സെർച്ച് ഓഫ് വർക്ക്. പലരും എന്താണ് വില്ലേജസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ വില്ലേജസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്? സെർച്ച് ഓഫ് വർക്ക്, ജോലി തേടിയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദേ യൂഷ്വലി ഏൺ ജസ്റ്റ് ഇനഫ് ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ് ആൻഡ് ഹെൻസ് കനോട്ട് സേവ് മച്ച്. അവർക്കൊന്നും തന്നെ സേവ് ചെയ്യാനായിട്ടൊന്നും ചിലപ്പോൾ കഴിയാറില്ല. അവർക്ക് ജസ്റ്റ് അവരുടെ ആ ഡെയിലി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാമെന്നല്ലാതെ അതിന് പുറമെ ഇൻകമായിട്ട് സേവ് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. നെക്സ്റ്റ്, work in offices. What is the next topic? Work in offices. Many of the jobs available in cities are jobs in offices. അല്ലേ, സിറ്റിയിലുള്ള ഒരുപാട് ജോലികൾ എന്ന് പറഞ്ഞാൽ ഓഫീസ് ജോലികളായിരിക്കും. There are various types of offices including government offices and private offices. പലതരത്തിലുള്ള ഓഫീസുകളുണ്ട്. ഗവൺമെൻറ് ഓഫീസുകളുണ്ട്, പ്രൈവറ്റ് ഓഫീസുകളുണ്ട്. The offices provide different types of services. ഈ ഓഫീസസൊക്കെ എന്താണ്? പലതരത്തിലുള്ള സർവീസസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. They serve people within the city, people in other parts of the country as well as people in other countries of the world. The offices provide different types of services. അല്ലേ, ഈ ഓഫീസസ് എന്താണ്? പലതരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. They serve people with the city, people in other parts of the country as well as people in other countries of the world. അല്ലേ, ആ സിറ്റിയിലുള്ളവർ അല്ലെങ്കിൽ സിറ്റിക്ക് പുറത്തുള്ളവർ, ഇനി എന്തായിരിക്കും ചിലപ്പോൾ മറ്റ് രാജ്യത്തുള്ളവർ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വിദേശത്തുള്ളവർ ഇവിടെ വന്ന് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്.
Offices providing mobile phone services, offices that arrange for the buying and selling of property, and offices that provide insurances. Underline that. Offices അപ്പോൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യണത്? ഓഫീസസ് പ്രൊവൈഡ് മൊബൈൽ ഫോൺ സർവീസസ് അല്ലേ, മൊബൈൽ ഫോൺ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അറേഞ്ച് ഫോർ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദ പ്രോപ്പർട്ടി അല്ലേ, നമുക്ക് പ്രോപ്പർട്ടികളൊക്കെ സ്വത്ത് വകകളൊക്കെ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങാനുള്ള ഇത് വിൽക്കാനുള്ള സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. ആൻഡ് ഓഫീസസ് ദാറ്റ് പ്രൊവൈഡ് ഇൻഷുറൻസ് അല്ലേ, ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനും ഓഫീസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. There are travel agencies which organize business tour and holiday trip for people. ട്രാവൽ ഏജൻസികളുണ്ട്, അതാണ് നമുക്ക് ഹോളിഡേ ട്രിപ്പ് അറേഞ്ച് ചെയ്യാനും ബിസിനസ് ടൂർ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ ട്രാവൽ ഏജൻസികൾ ഡിപ്പെൻഡ് ചെയ്യാം. സം ലാർജ് കമ്പനീസ് മെയിൻറ്റെയിൻ കോൾ സെൻറ്റേഴ്സ്. ചില വലിയ വലിയ കമ്പനികൾക്ക് എന്താണ് കോൾ സെൻറ്ററുകളൊക്കെ ഉണ്ട് അല്ലേ, നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ 24 hours നമുക്ക് എൻക്വയറി ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, where employees deal with customers through phone calls. അതായത് കസ്റ്റമേഴ്സായിട്ട് ഡീലിങ്സുകൾ നടത്തുന്നത് ഫോൺ കോളുകളിൽ, അതാണ് കോൾ സെൻ്ററിൻ്റെ സ്പെഷ്യാലിറ്റി. ബിസൈഡ് ദീസ് ദർ ആർ ഹോസ്പിറ്റൽസ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എ വെറൈറ്റി ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെർ പീപ്പിൾ ക്യാൻ ഫൈൻഡ് ജോബ്സ്. ഇതിനെല്ലാം പുറമെ അവർക്ക് എന്തായിരിക്കും, ഹോസ്പിറ്റൽസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, പോസ്റ്റ് ഓഫീസസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ആൻഡ് എ വെറൈറ്റി ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെർ പീപ്പിൾ ക്യാൻ ഫൈൻഡ് ജോബ്സ് അല്ലേ, പീപ്പിളിന് ജോബ് ഫൈൻഡ് ചെയ്യാനും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഓക്കെ, there are people from different income groups working in every office or institution. In an office, for example, one may work as a manager, a salesperson, an accountant, a clerk, a peon, or a security guard. Please underline that. One may work as a മാനേജർ അല്ലേ, നമുക്കറിയാം ഓരോ ഓഫീസിലൊരു മാനേജർ ഉണ്ടായിരിക്കും, പിന്നെ എന്തുണ്ടായിരിക്കും, ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെന്തായിരിക്കും, അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും, ക്ലർക്ക് ഉണ്ടായിരിക്കും, പ്യൂൺ ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരിക്കും അല്ലേ. അതിന് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, പ്യൂൺ ഉണ്ടായിരിക്കും, ക്ലർക്ക് ഉണ്ടായിരിക്കും, അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും, മാനേജർ ഉണ്ടായിരിക്കും, ഇവരെല്ലാവരും ഉണ്ടായിരിക്കും ഒരു ഓഫീസിൽ. ഡിപ്പെൻഡിങ് ഓൺ ഹിസ് ഓർ ഹർ സ്കിൽ ആൻഡ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. ഓരോരുത്തരെയും ഓരോ ജോലിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവരുടെ സ്കില്ലിനെയും എഡ്യൂക്കേഷനെയും ഡിപ്പെൻഡ് ചെയ്താണ്. സിമിലർലി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേ എംപ്ലോയ് ടീച്ചേഴ്സ്, ക്ലർക്സ്, അക്കൗണ്ടൻസ്, ഡ്രൈവേഴ്സ് എക്സെട്ര. ഇതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ചില എംപ്ലോയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് അല്ലേ, ഞങ്ങളെപ്പോലെ അധ്യാപകരുണ്ടായിരിക്കും, ക്ലർക്സ് ഉണ്ടായിരിക്കും, അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും, ഡ്രൈവേഴ്സ് എക്സെട്ര. And hospitals may employ people like doctors, nurses, managers, accountants and cleaners. ഇനി ഹോസ്പിറ്റലുകളിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അക്കൗണ്ടന്റ്മാരുണ്ട്, അസിസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ക്ലീനേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ വർക്ക് ഇൻ ഓഫീസസ് ഹിയർ വി ഡിസ്കസ്ഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ്. ഹു ആർ എൻഗേജ്ഡ് ഇൻ ഓഫീസ് വർക്ക്, ഓൺ വാട്ട് ബേസിസ് ദർ ഈസ് സെലക്റ്റഡ്. Okay, and so many things we could understand with the help of this explanation. Am I right? Okay. Next one, work in shops. Work in offices over, then work in shops. The next works in shop. In cities, everything that one needs has to be bought. അല്ലേ, സിറ്റീസ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ലഭിക്കും, സിറ്റിയുടെ സ്പെഷ്യാലിറ്റി തന്നെ അതാണ്. Therefore, a large number of people work as sales people. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്താണ്, സെയിൽസ് പീപ്പിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. Many of them are employed by companies and businessmen. കുറേ ആളുകൾ ജോലി ചെയ്യുന്നു അല്ലേ, many of them are employed by companies and businessmen. Then they work in the shop and showroom of their employers. Others are self-employed. കുറേ ആളുകൾ എന്താണ്, ബിസിനസ് നടത്തുന്നവരോ അല്ലെങ്കിൽ ഷോപ്പ് നടത്തുന്നവരോ അവിടെ എന്തായിരിക്കും, കുറച്ച് എംപ്ലോയറും ഉണ്ടായിരിക്കും അല്ലേ, അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഇനി മറ്റു ചിലരെന്തായിരിക്കും, സെൽഫ് എംപ്ലോയ്ഡ് ആൻഡ് ഹാവ് ദെയർ ഓൺ ഷോപ്പ്. ചിലർ സ്വന്തമായിട്ട് കട നടത്തി അവരായിരിക്കും അവിടുത്തെ ജോലിക്കാരനായിട്ട് മാറുന്നത്. സിറ്റീസ് ഹാവ് ഷോപ്പ് ആൻഡ് ഷോറൂം ഓൺ നിയർലി എവറി റോഡ്. സിറ്റിയുടെ സ്പെഷ്യാലിറ്റി തന്നെ അതാണ്, ഓരോ റോഡിനടുത്തായിട്ട് എന്താണ് ഷോപ്പുകളും ഷോറൂമുകളും ഉണ്ടായിരിക്കും.
These sell a variety of things such as food items, clothes, books, toys, electronic goods, jewelry, and even cars. Okay. Cities have shops on showroom or nearly every road. അല്ലേ ഓരോ റോഡിലും എന്താ ഷോപ്പ് ഉണ്ടായിരിക്കില്ല, ഷോറൂമുകൾ ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. വെറൈറ്റി ഓഫ് തിങ്സ് സച്ച് ആസ് ഫുഡ് ഐറ്റം, ക്ലോത്ത്സ്, ബുക്സ്, ടോയ്സ്, ഇലക്ട്രോണിക് ഗുഡ്സ്, പലതരത്തിലുള്ള സാധനങ്ങൾ. തുണിത്തരങ്ങളുണ്ടായിരിക്കും, ക്ലോത്ത്സ് ഉണ്ടായിരിക്കും, ജ്വല്ലറി ഐറ്റംസ്, ആഭരണങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള ടോയ്സ് ഉണ്ടാകും, കുട്ടികളുടെ കളിക്കോപ്പുകൾ ഉണ്ടായിരിക്കും, കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ ബുക്സ്, ആൻഡ് ഓൾസോ ഇലക്ട്രോണിക് ഗുഡ്സ് എക്സെട്ര. എ ടിപ്പിക്കൽ അർബൻ മാർക്കറ്റ് ഹാസ് മെനി റോസ് ഓഫ് ഷോപ്പ് ആൻഡ് ഷോറൂം. അല്ലേ, അർബൻ മാർക്കറ്റിൽ പല നിരയിലുള്ള ഷോപ്പുകളും ഷോറൂമുകളൊക്കെ ഉണ്ടായിരിക്കും. ഇൻ ബിഗ് സിറ്റീസ് ദർ ആർ ഓൾസോ സെവറൽ ഷോപ്പിംഗ് പ്ലാസാസ്. ബിഗ് സിറ്റീസിൽ എന്തായിരിക്കണ്ട, സെവറൽ ഷോപ്പിംഗ് പ്ലാസകൾ ഉണ്ടായിരിക്കും. ഷോപ്പിംഗ് പ്ലാസയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? യെസ്, ഷോപ്പിംഗ് പ്ലാസാസ് ആർ ലാർജ് ബിൽഡിംഗ് വിത്ത് ഷോപ്പ് ആൻഡ് സംടൈംസ് ഓഫീസസ് ടു ഓൺ ഡിഫറെൻറ്റ് ഫ്ലോർ. ലാർജ് ബിൽഡിംഗ് വിത്ത് ഷോപ്പ്, വലിയൊരു ബിൽഡിംഗ് ആയിരിക്കും അല്ലേ. നമ്മൾ ലുലു മാള് അല്ലേ, അതുപോലെ തന്നെ ശോഭ മാൾ, അങ്ങനെ ഒരുപാട് എന്താണ് ഷോപ്പിംഗ് മാളുകളൊക്കെ നമുക്കറിയാം. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരുപാട് എന്തുണ്ടായിരിക്കും അവിടെ, ഷോറൂമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ലിസൺ, ഹിയർ ഈസ് എ ലാർജ് ബിൽഡിംഗ് വിത്ത് ഷോപ്പ് ആൻഡ് സംടൈംസ് ഓഫീസസ് ടു ഓൺ ഡിഫറെൻറ്റ് ഫ്ലോർസ്. ചിലപ്പോൾ അതിൻ്റെ ചില ഓഫീസുകൾ പോലും അതിൻ്റെ ഫ്ലോറിലുണ്ടാവും അല്ലേ, ചില ഓഫീസുകൾ പോലും അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോപ്പിംഗ് പ്ലാസ എന്ന് പറയുന്നത്. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് ബിഗ് സിറ്റീസ് ദർ ആർ ഓൾസോ സെവറൽ ഷോപ്പിംഗ് പ്ലാസ. ഷോപ്പിംഗ് പ്ലാസാസ് ആർ large building with shops and sometimes offices to own the different floors. People work in shops and showrooms as managers, cashier, shop assistant, peon, cleaner, watchman, and so on. People work in shops and showroom as manager. People എന്താണ്, ഈ ഷോപ്പുകളിലും ഷോറൂമിലൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും, അവിടുത്തെ അസിസ്റ്റൻ്റായിട്ടോ, ഷോപ്പ് അസിസ്റ്റൻ്റായിട്ടോ, കാഷ്യറായിട്ടോ, മാനേജറായിട്ടോ, പിയൂണായിട്ടോ, ക്ലീനറായിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ വാച്ച്മാനായിട്ടോ, ഏത് വിധത്തിലുള്ള ജോലി വേണമെങ്കിലും ചെയ്യാം. ഓരോരുത്തരും അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ജോലി ചെയ്യുന്നത്. ഗുഡ്സ് ഫോർ സെയിൽ ഹാവ് ടു ബി ബ്രോട്ട് ടു ദ ഷോപ്പ് ആൻഡ് ഷോറൂം. ഈ ഷോപ്പിലും ഷോറൂമിലൊക്കെ എന്തായിരിക്കും, ഗുഡ്സ് ഉണ്ടായിരിക്കും. എന്താ ഗുഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ? അവർക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. Okay, here goods for sale have to be brought to the shop and showroom. This is done by people like rickshaw pullers and truck drivers who work as transporters. ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് അവിടെ നിന്ന് കൊടുക്കുക. നമുക്കറിയാം റിക്ഷ ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. Listen, goods for sale have to be brought to the shop and showroom. This is done by people like rickshaw pullers and truck drivers who work as the transporters. Some people work as coolies. They unload goods from vehicles and carry them into the shop. ഈ ഷോപ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ട്രക്കിലോ ഗുഡ്സിലോ റിക്ഷയിലൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നത് തിരിച്ച് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോവാം. ഇനി അതല്ല, ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങൾ ചിലപ്പം വണ്ടിയിൽ നിന്ന് ലോഡ് അല്ലേ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പോർട്ടർമാരുണ്ടാവും, തലയിലൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അത് പിടിക്കാൻ ചുമട്ട് തൊഴിലാളികൾ നമ്മൾ പറയാറില്ലേ. ഓക്കെ, അങ്ങനെയുള്ള പോർട്ടേഴ്സും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ദ ഷോപ്സ് ഇൻ ദ മാർക്കറ്റ് ആർ മോസ്റ്റ്ലി പെർമനൻറ്റ് ഷോപ്പ്. മാർക്കറ്റിലെ മിക്ക ഷോപ്പുകളും പെർമനൻറ്റ് ഷോപ്പുകളായിരിക്കും അല്ലേ, സ്ഥിരമായിട്ടുള്ള ഷോപ്പുകളായിരിക്കും. The owner of such a shop has to pay a tax to the municipality. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് അവർ ടാക്സ് കൊടുക്കണം, കാരണം സ്ഥിരമായിട്ട് അവിടെ ഷോപ്പ് നടത്തുന്നതുകൊണ്ട്. ഇൻ റിട്ടേൺ ഹി ഗെറ്റ്സ് എ ലൈസൻസ് ടു റൺ ദ ഷോപ്പ്. ടാക്സ് കൊടുക്കുമ്പോൾ തിരിച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, ആ ഷോപ്പ് നടത്താനുള്ള ലൈസൻസ് കിട്ടും അല്ലേ, അംഗീകാരം ലഭിക്കും. ബിസൈഡ്സ് പെർമനൻറ്റ് ഷോപ്പ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെമ്പററി ഷോപ്സ് ഇൻ എ സിറ്റി. സിറ്റിയിൽ പെർമനൻറ്റ് ഷോപ്പ് മാത്രമല്ല, അതിന് പുറമെ ചില ടെമ്പററി ഷോപ്സ് അല്ലേ, താൽക്കാലികമായിട്ടുള്ള ഷോപ്പുകളുണ്ട്. സം ഓഫ് ദീസ് സെൽഫ് മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. ചിലത് എന്തായിരിക്കും കണ്ടുള്ളത്, സെൽഫ് മാഗസിൻസിൻ്റെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ. ആൻഡ് സം സെൽ ടീ ആൻഡ് സ്നാക്സ്. ചിലപ്പോൾ എന്തായിരിക്കും, ടീ ആൻഡ് സ്നാക്സ് അല്ലേ, ചായയും അതിനുള്ള ചെറുകടികളും, അത് അല്ലെങ്കിൽ എന്താണ്
ബുക്സുകളൊക്കെ അല്ലേ, പലതരത്തിലുള്ള ബുക്കുകളോ ന്യൂസ് പേപ്പറുകളോ അല്ലേ, മാഗസിൻസൊക്കെ വിൽക്കുന്ന അങ്ങനെയുള്ള കടകളായിരിക്കാം. Okay, please underline this. There are different types of temporary shops in a city. Some of these sell magazines and newspapers. Some sell tea and snacks. Some sell vegetables or flowers and others sell various other things. Some sell vegetables or flowers. ചിലർ എന്തായിരിക്കും വെജിറ്റബിൾസ് അല്ലേ, വെജിറ്റബിൾ സെല്ലേഴ്സ് ഉണ്ടായിരിക്കും, ഫ്ലവർ സെല്ലർ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അതർ വേരിയസ് ഐറ്റംസ്. ഇൻ സം സിറ്റീസ് we even find drinking water being sold. അല്ലേ, സിറ്റിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഡ്രിങ്കിങ് വാട്ടർ പോലും, കുടിവെള്ളം പോലും വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, സിറ്റിയിലെ കാഴ്ചയാണ്. നെക്സ്റ്റ് വൺ, വർക്ക് ഇൻ ഫാക്ടറീസ്. വർക്ക് ഇൻ ഓഫീസസ് ഓവർ, വർക്ക് ഇൻ ഷോപ്സ് ഓവർ. നെക്സ്റ്റ് വൺ, വർക്ക് ഇൻ ഫാക്ടറീസ്. ഓക്കെ, ഇൻ എ സിറ്റി there is often an area where factories are located. In a city there is often an area where factories are located. നമുക്ക് സിറ്റിയിൽ ചില ഏരിയകളിലൊക്കെ ഫാക്ടറീസ് ലൊക്കേറ്റ് ചെയ്തത് പലപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും. യൂഷ്വലി ദിസ് ഏരിയ സിറ്റുവേറ്റഡ് എവേ ഫ്രം ദ ഏരിയ where most of the people live. സാധാരണയായിട്ട് ഫാക്ടറികൾ സ്ഥാപിക്കുന്നത് കൂടുതൽ ആളുകൾ ഇടതിങ്ങി പാർക്കുന്ന സ്ഥലത്തല്ല, അവിടെ നിന്ന് കുറച്ച് അകലെയായിട്ടാണ്. കാരണം അവിടെ നിന്ന് ഈ എമിറ്റ് ചെയ്യണ സ്മോക്കൊക്കെ അല്ലേ, വിഷാംശം കലർന്നിട്ടുള്ള പുക, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട്, അതിൽ നിന്നുള്ള കെമിക്കൽസ്, ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ്, അതൊക്കെ സറൗണ്ടിങ്സിലുള്ള പീപ്പിളിനെയൊക്കെ അഫക്റ്റ് ചെയ്യും അല്ലേ, അവരെ അതുപോലെ തന്നെ വാട്ടറിനെയൊക്കെ ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആവും. അതുകൊണ്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ് സാധാരണയായിട്ട് ഫാക്ടറീസുകൾ ഉണ്ടാവുക. ദെൻ ഹിയർ ഇൻ ഫാക്ടറീസ് വി ഫൈൻഡ് പീപ്പിൾ വർക്കിംഗ് ആസ്. നമ്മൾ ഓഫീസിലും ഷോപ്പിലൊക്കെ പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഫാക്ടറിയിലും പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ വർക്ക്? മാനേജേഴ്സ്, ഡിസൈനേഴ്സ്, എൻജിനീയേഴ്സ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, മെർച്ചൻസ്, ലേബറേഴ്സ്, വാച്ച്മാൻ ആൻഡ് സോ ഓൺ. ഓക്കെ, അവിടെ എന്താണ്, ഇതെല്ലാം മാനേജ് ചെയ്ത് കൊണ്ട് നടത്തുന്ന ഒരാൾ, മാനേജർ ഉണ്ടായിരിക്കും, ഒരു നടത്തിപ്പുകാരൻ, അപ്പോൾ മാനേജർ ഉണ്ടായിരിക്കും. ഡിസൈനേഴ്സ്, അതിനൊക്കെ ഓരോ രൂപകൽപ്പന നൽകുന്ന ഡിസൈനേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ എൻജിനീയേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ, ആ ഫാക്ടറിയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പ്ലാനിങ്ങുകളൊക്കെ തയ്യാറാക്കുന്ന എൻജിനീയർ ഉണ്ടായിരിക്കും. ദെൻ മെഷീൻ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും, അവിടെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ മെക്കാനിക്സ് ഉണ്ടായിരിക്കും അല്ലേ, അത് നന്നാക്കുന്നതിനുള്ള ആളുകളുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ലേബറേഴ്സ്, തൊഴിലാളികളുണ്ടായിരിക്കും. ദെൻ വാച്ച്മാൻ ഉണ്ടാവും അല്ലേ, അവർക്ക് സംരക്ഷകനായിട്ട് അവിടെ എന്തായിരിക്കും, വാച്ച്മാൻ ഉണ്ടായിരിക്കും. ആൻഡ് സോ ഓൺ, ഇതുപോലുള്ള പല ആളുകളുണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു വർക്ക് ഇൻ ഫാക്ടറീസ് ഹാവ് ടു ഹാവ് സ്പെഷ്യൽ സ്കിൽസ് അല്ലേ. ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആളുകൾക്കും എന്തായിരിക്കും, സ്പെഷ്യൽ ആയിട്ടുള്ള സ്കില്ല്, പ്രത്യേകമായിട്ടുള്ള കഴിവുള്ളവരായിരിക്കും. വർക്കിംഗ് ഇൻ എ ഫാക്ടറി ഈസ് ഓഫൺ ടഫ് ആസ് ദ ഷിഫ്റ്റ് ആർ ലോങ് അല്ലേ. ചിലപ്പോൾ എന്തായിരിക്കും, ഫാക്ടറിയിൽ വർക്ക് ചെയ്യാറുണ്ട്, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം അവരുടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സമയം അവർക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ബിസൈഡ്സ് നോട്ട് ഓൾ ഫാക്ടറീസ് ഫോളോ ദ ഗവൺമെൻറ് ലോ മിനിമം വേജസ്. സോ മെനി ഓഫ് ദ വർക്കേഴ്സ് റിസീവ് ലോ വേജസ്. പല ഫാക്ടറികളും ഗവൺമെൻറ് ശരിക്കും കുറേ നിയമം പറയുന്നുണ്ട്, എങ്ങനെയാണ് ഫാക്ടറിയിലുള്ളവർക്ക് വേജ് കൊടുക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പലരും അത് ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, വേണ്ടത്ര വേജ് ലഭിക്കുന്നില്ല, ഓവർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ഫാക്ടറി ജോബ്സ് മേ ഓൾസോ ക്വൈറ്റ് റിസ്കി, ചിലപ്പോൾ എന്തായിരിക്കും, റിസ്ക് ആയിട്ടുള്ളതായിരിക്കും. ആസ് ഓൾ ഫാക്ടറീസ് ഡു നോട്ട് ടേക്ക് പ്രോപ്പർ മെഷർ ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ്. പല ഫാക്ടറികളും എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് അല്ലെ, അപകടങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലം കൂടി ഈ ഫാക്ടറി ജോബിലുണ്ട്. പ്ലീസ് അണ്ടർലൈൻ ദിസ് വിച്ച് സെക്കൻഡ് പാരഗ്രാഫ് ലാസ്റ്റ് 3 ലൈൻ. So don't want. Many of the workers receive low wages. Factory jobs may also be quite risky as all factories do not take proper measure to prevent accidents. Factory jobs are not always permanent. Factory job എല്ലായ്പ്പോഴും എന്താണ്, പെർമനൻ്റ് അല്ല. Some workers are employed only for periods during which the factory requires their services. They are called casual workers. Factory jobs are not always permanent അല്ലേ. ഫാക്ടറി ജോബ് എന്നല്ല എപ്പോഴും പെർമനൻ്റ് ആയിരിക്കില്ല.
Some workers are employed only on periods during which the factory requires their services. ചില ഫാക്ടറിയിൽ എപ്പോഴാണ് അവരുടെ സർവീസസ് ആവശ്യമായിട്ടുള്ളത് ആ സമയത്ത് മാത്രമേ അവർ ജോലിക്ക് എടുക്കുള്ളൂ. They are called casual workers. അവരെയാണ് നമ്മൾ എന്ത് പറയണത്? കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് പെർമനൻ്റ് ആയിരിക്കില്ല, ഏത് സമയത്താണ് അവരെ അവിടെ ജോലിക്കായിട്ട് ആവശ്യമുള്ളത്. ദാറ്റ് ഈസ് കാഷ്വൽ വർക്കേഴ്സ്. നെക്സ്റ്റ് വൺ, വർക്ക് ഓൺ ദ റോഡ്സ്. റോഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ. ഇൻ സിറ്റീസ് വി ഫൈൻഡ് മെനി പീപ്പിൾ വർക്കിംഗ് ഓൺ ദ റോഡ്. അല്ലേ, നഗരപ്രദേശത്ത് ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പീപ്പിൾ വർക്കിംഗ് ഓൺ ദ റോഡ്. മെനി ഓഫ് ദം ഏൺ ദെയർ ലിവ്ലിഹുഡ് ബൈ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. മെനി ഓഫ് ദം ഏൺ ദെയർ ലിവ്ലിഹുഡ് ബൈ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. കുറേ ആളുകൾ ജീവിക്കുന്നത് ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്. അല്ലേ, ആളുകളെയും സാധനങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഓട്ടോറിക്ഷ, അല്ലേ, അങ്ങനെയുള്ള ജോലി ചെയ്യുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡ്സ് റിക്ഷ പുള്ളേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഓഫ് ബസ്സസ്, ട്രക്സ്, ഓട്ടോറിക്ഷ, ടാക്സീസ് എക്സെട്ര. അല്ലേ, ബസ് ഡ്രൈവേഴ്സ്, അല്ലെ ബസ്സിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ ഓട്ടോ ഓടിക്കുന്നത്, അല്ലാതെ റിക്ഷ, അതർ ടാക്സി, അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. These people may be self-employed or employed by organizations such as transport companies. ചിലപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കും, സ്വന്തമായിട്ട് വണ്ടി, അത് അവരിങ്ങനെ ടാക്സി ഓടുമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ട്രാൻസ്പോർട്ട് കമ്പനീസിൻ്റെ കീഴിലായിരിക്കും. There are also porters who work from one place to another carrying load. അതുപോലെ തന്നെ പോർട്ടർമാരുണ്ടായിരിക്കും, അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലോഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. അതാണ് ചുമട്ട് തൊഴിലാളി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, സിമൻറ്റ് ചാക്ക്, അരി ചാക്ക്, അങ്ങനെയുള്ളതൊക്കെ വരികയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, അവരെയാണ് നമ്മൾ പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. എ ലാർജ് നമ്പർ ഓഫ് ദി പീപ്പിൾ ഹു വർക്ക് ഓൺ റോഡ് ആർ ഹോക്കേഴ്സ്. ഇനി മറ്റൊന്ന് പറയുന്നത് ഹോക്കേഴ്സാണ്. അല്ലേ, തെരുവ് കച്ചവടക്കാരുണ്ടായിരിക്കും. They go from place to place trying to sell goods. അവരവരുടെ സാധനം വിൽക്കുന്നതിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. We find them selling their wares on roads, people homes and sometimes on trains and public buses. നമ്മൾ കാണാറുണ്ട്, ഒന്നുകിൽ നമ്മുടെ തെരുവോരത്തോട് ഇങ്ങനെ നടന്നു പോകണമാണ്, അല്ലെങ്കിൽ നമ്മളെ വീടുകളിലേക്ക് കച്ചവടത്തിനായിട്ട് വരും, അല്ലെങ്കിൽ ബസ്സിൽ കച്ചവടം നടത്തും, അതല്ലെങ്കിൽ ട്രെയിനിന് കച്ചവടം നടത്തും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. Many urban workers who may be self-employed or employed by others go to people's homes to provide services. Okay. Many urban workers who may be self-employed or employed by others. ചില അർബൻ വർക്കേഴ്സ് സ്വയം തൊഴിൽ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും. അല്ലെങ്കിൽ go to people's homes to provide services, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വീട്ടുജോലി ചെയ്തു കൊടുക്കുന്ന ആളുകളുമുണ്ട്. Some examples are plumbers, electricians and carpenters. അല്ലേ, ഇതിലോട്ടുള്ള എക്സാമ്പിൾസ് ആണ്. അതായത് ഹോംസ് ടു പ്രൊവൈഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അവർക്ക് ജോലി ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് നമ്മളെ വീട്ടിലിപ്പോൾ കറണ്ട് കേട് വന്നു, അല്ലെ ഇലക്ട്രിസിറ്റി വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ പ്ലംബർ വന്ന് നമ്മളെ വീട്ടിലെ വീട്ടുജോലി എന്ന് പറയുമ്പോൾ പാത്രം കഴുകണം, അതല്ലായിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ലിസൺ. Some examples are plumbers, electricians and carpenters. In cities, many poor people, especially women and children, work as the domestic helpers in people's homes. സിറ്റീസിൽ ഒരുപാട് വിമൻ, അല്ലേ, പുവർ പീപ്പിൾ, എസ്പെഷ്യലി വിമൻ ആൻഡ് ചിൽഡ്രൻ വർക്ക് ആസ് ദ ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സ്. ചിലർക്ക് എന്താണ് ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സായിട്ട്, അല്ലേ, അവരുടെ വീട്ടിലെ വീട്ടുജോലി ചെയ്തു കൊടുക്കുന്ന, എന്താ പറയുന്നത്, സെർവൻസായിട്ട്, അല്ലേ, സെർവൻറ്റുകളായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. Many of them live in nearby villages and have to travel to the cities every day for work. ചിലരെന്തായിരിക്കും ആ വില്ലേജ് അടുത്തുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ജോലിക്ക് പോകുന്ന ആളുകൾ. അപ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിമൻ വർക്കേഴ്സ് ഇൻ സിറ്റീസ്, അവർ ലാസ്റ്റ് ടോപ്പിക്. Women workers in cities. In cities, many women work outside home in order to earn a living. അല്ലേ, സിറ്റിയിൽ എന്താണ്, ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് ഔട്ട്സൈഡ് ഹോം ഇൻ ഓർഡർ ടു ഏൺ ലിവിങ്.
Depending upon her education and skill, a woman can find employment in any field of work. ഡിപ്പെൻഡിങ് അപ്പോൺ ഹർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ, അവരുടെ വിദ്യാഭ്യാസവും കഴിവിനും അനുസരിച്ച് അവർക്ക് എന്താണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ തേടി കണ്ടെത്താവുന്നതാണ്. വൺ ഓഫ് ദ മെയിൻ കൺസേൺ ഫോർ വർക്കിംഗ് വിമൻ ഇസ് സേഫ്റ്റി, ആസ് ദേ ഓഫൺ ഹാവ് ടു ട്രാവൽ ഫാർ ഫ്രം ദെയർ ഹോംസ് ഇൻ ഓർഡർ ടു റീച്ച് ദ വർക്ക് പ്ലേസ്. ഇനി എന്താണ്, ജോലി സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള, അല്ലെങ്കിൽ അവരെപ്പോഴും നോക്കുന്നത് സേഫ്റ്റിയാണ്, സുരക്ഷിതത്വം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സേഫ് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നുള്ളതാണ് ഫസ്റ്റിൽ തന്നെ കൺസിഡർ ചെയ്യണമെന്നൊരു ഫാക്റ്റ്. ദർ ആർ സം വർക്ക് പ്ലേസസ് വെർ ഓൺലി വിമൻ വർക്ക്. ചില വർക്ക് പ്ലേസസിൽ ലിസൺ, ദർ ആർ സം വർക്ക് പ്ലേസസ് വെർ ഓൺലി വിമൻ വർക്ക്. ഹാവ് യു ഹേർഡ് ഓഫ് SCWA? ഷോർട്ട്ലി വി ക്യാൻ സേ സേവ. ചിലയിടത്ത് എന്തായിരിക്കും, വിമൻ വർക്കേഴ്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിൽപ്പെട്ടതാണ് SEWA. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പുവർ സെൽഫ് എംപ്ലോയിഡ് വിമൻ. SEWA, സെൽഫ് എംപ്ലോയിഡ് വിമൻ അസോസിയേഷനാണ്. ഹിയർ ഈസ് ഇറ്റ് റൺസ് മെനി ഫാക്ടറീസ് വെർ പുവർ വിമൻ വർക്ക്. മെനി ഫാക്ടറീസ് വെർ പുവർ വിമൻ വർക്ക്. ഇൻ ലക്നൗ, ഫോർ എക്സാമ്പിൾ, വിമൻ ഡു ദ ഫേമസ് ചിക്കൻകാരി എംബ്രോയ്ഡറി ഓഫ് ലക്നൗ ഇൻ ഫാക്ടറീസ്. ഓക്കെ, വിമൻ ഡു ദ ഫേമസ് ചിക്കൻകാരി എംബ്രോയ്ഡറി. അപ്പം ഇതിലേറ്റവും ചിക്കൻ കറി അല്ല കേട്ടോ, ചിക്കൻകാരി, ചിക്കൻ വർക്കിൻ്റെ സാരി അല്ലെങ്കിൽ ചിക്കൻ വർക്കിൻ്റെ ഈ ത്രെഡ് കൊണ്ടുള്ളൊരു വർക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻകാരി എംബ്രോയ്ഡറി അതിലൊരു ഫേമസ് ആയിട്ടുള്ളതാണ്. റൺ ബൈ ദിസ് അസോസിയേഷൻ. SCWA began a small organization but is now known as internationally. ഇത് ബിഗൻ ചെയ്തത്, തുടങ്ങിയത് ചെറിയൊരു സംഘടനയായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് ഇൻ്റർനാഷണലി അറിയപ്പെടുന്നൊരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. ദിസ് ഈസ് ബിക്കോസ് പീപ്പിൾ ഫ്രം മെനി ഫോറിൻ കൺട്രീസ് ബൈ ദിസ് പ്രോഡക്റ്റ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന ഒരുപാട് വിദേശികൾ ഇവിടെ വന്നിട്ട് ഈ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങി. അതോടുകൂടി അത് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തി. SCWA ഹാസ് ഹെൽപ്ഡ് തൗസൻഡ്സ് ഓഫ് വിമൻ, അല്ലെ, ആയിരക്കണക്കിന് സ്ത്രീകളെ സഹായിക്കുന്ന ഒരു സംഘടനയായി മാറിയിട്ടുണ്ട്. Apart from urban women, many women from villages are also members of SCWA. അല്ലേ, നഗരപ്രദേശങ്ങളിലെ സ്ത്രീകൾ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു തൊഴിലവസരം പ്രൊവൈഡ് ചെയ്യുന്ന, ജോബ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് സെൽഫ് എംപ്ലോയിഡ് വിമൻ അസോസിയേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ SEWA എന്ന് പറയുന്നത്. ഓക്കെ, our 7th chapter is over. I will give the question answers through WhatsApp. All of you should write all question answers very neat and clearly. At the same time, you noted one point, avoid the spelling mistake and write more neat and clearly. After completing, speedily send the answers through WhatsApp and also want to study. Okay, to be continued on next class. Thank you, children.